പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിക്കുമെന്നതാണ് മുഖ്യമന്ത്രി ഇതേ വേദിയിൽ പറഞ്ഞത്. ഇപ്പോൾ ഉണ്ടായ വിവാദം ശരിയായി പരിശോധിക്കും, എല്ലാം ഗൗരവത്തോടെ തന്നെ അന്വേഷിക്കും. ഉന്നതനായ ഉദ്യോഗസ്ഥൻ വിവാദം അന്വേഷിക്കുമെന്നും അച്ചടക്കം പ്രധാനമാണെന്നും മുഖ്യമന്ത്രി സൂചിപ്പിച്ചു. അച്ചടക്കം ലംഘിച്ചാൽ വെച്ചുപൊറുപ്പിക്കില്ല, ഏതുന്നതനായാലും നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് എല്ലാവർക്കും നല്ല വ്യക്തതയുള്ളതാണ്. ഏത് കാര്യവും അതിൻ്റെ ശരിയായ മെറിറ്റിൽ പരിശോധിക്കുന്ന നിലയാണ് സർക്കാർ സ്വീകരിക്കാറ്. ഒരു മുൻവിധിയും ഒരു കാര്യത്തിലും പ്രകടിപ്പിക്കാറില്ല. അപ്പോൾ പ്രശ്നങ്ങൾ ചിലതിപ്പോൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ആ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ അതിൻ്റേതായ എല്ലാ ഗൗരവവും നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ റാങ്ക് ഉണ്ടല്ലോ, അപ്പോൾ ഏറ്റവും ഉന്നതമായ റാങ്കിലുള്ള ആൾ തന്നെ അന്വേഷിക്കുന്ന നില സ്വീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതേസമയം പോലീസ് സേനയുടെ അച്ചടക്കം നേരത്തെ സ്വാഗത പ്രസംഗത്തിലും പറഞ്ഞു, ഞാനും നേരത്തെ പരാമർശിക്കുകയുണ്ടായി. അച്ചടക്കം വളരെ പ്രധാനമാണ്. അച്ചടക്കത്തിന് നിരക്കാത്ത ഏതെങ്കിലും പ്രവൃത്തി ചെയ്താൽ അത് ഒരു ഘട്ടത്തിലും വെച്ച് പൊറുപ്പിക്കാറില്ല. അതുമായി ബന്ധപ്പെട്ട നടപടികൾ പ്രത്യേകമായി ഉണ്ടാവുകയും ചെയ്യും. ഏതെങ്കിലും അച്ചടക്കത്തിന് നിരക്കാത്ത പ്രവൃത്തി കണ്ട് എനക്കും ഇങ്ങനെ ആയിക്കളയാം എന്ന് ആരും ധരിച്ചേക്കരുത്. അതിൻ്റെ ഫലം തിക്തമായിരിക്കും എന്നുകൂടി ഓർമ്മ വേണം. സനോജിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. സനോജ്, ഏറ്റവും കൃത്യമായ മറുപടി ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പറയുന്നതാണ് നമ്മൾ കേട്ടത്. അന്വേഷണം അത് DGP തലത്തിൽ നടക്കും. ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിൽ എന്നത് കൃത്യമായി തന്നെ മുഖ്യമന്ത്രി സൂചിപ്പിച്ചിരിക്കുന്നു. ഒപ്പം പോലീസ് സേനയിൽ ഏതെങ്കിലും നിലയ്ക്കുള്ള പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരുന്നതിലടക്കമുള്ള കാര്യങ്ങളിൽ ഏറ്റവും കൃത്യമായ അന്വേഷണം ഉണ്ടാകുമെന്നതും മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചു. തീർച്ചയായിട്ടും കാവ്യ, മുഖ്യമന്ത്രി വളരെ വ്യക്തമായ മറുപടിയാണ് നൽകിയത്. കാരണം പോലീസ് സേനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സേവന പ്രവർത്തനങ്ങൾ, പോലീസ് സേന സമൂഹത്തിന് മാതൃകയായി നടത്തുന്ന പ്രവർത്തനങ്ങൾ, കഴിഞ്ഞ കുറേ കാലങ്ങളായി പോലീസ് സേനയിലുണ്ടായ മാറ്റങ്ങൾ, ഒപ്പം തന്നെ സൈബർ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് സേന നടത്തിയിട്ടുള്ള ആശാവഹമായ അന്വേഷണ പുരോഗതികൾ, കഴിഞ്ഞ കാലങ്ങളിൽ തെളിയിക്കപ്പെടാതെ പോയ കേസുകൾ തെളിയിക്കപ്പെട്ടതിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ എടുത്തു പറയുമ്പോൾ തന്നെ പുഴുക്കുത്തുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ച കാര്യങ്ങൾ കൂടി മുഖ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. അങ്ങനെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്താണ് അദ്ദേഹം പറയുന്നത്. ഇത് വളരെ വ്യക്തതയോടുകൂടി തന്നെ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്. ഇന്നത്തെ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരൊക്കെ വളരെ ആവേശത്തോടുകൂടിയും കരുത്തോടുകൂടിയുമാണ് വന്ന് നിൽക്കുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ചില ആരോപണങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ്. പ്രത്യേകിച്ച് പി വി അൻവർ MLA ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ. ആ ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ ഒരു പോലീസ് മേധാവി എന്ന നിലയിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെതിരെയാണ് ഇത്തരമൊരു ആരോപണം ഉയർന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോലീസ് സേനയുടെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ ആരാണെന്നറിയാമല്ലോ. അത് സ്വാഭാവികമായും DGP ആണ്. ആ DGP ഈ കേസ്, അതായത് ADGPക്കെതിരെ ഉണ്ടായിട്ടുള്ള ഗുരുതരമായ ആരോപണങ്ങൾ DGP തന്നെ അന്വേഷിക്കുമെന്നാണ് മുഖ്യമന്ത്രി ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ഇത്തരം കുറ്റകൃത്യങ്ങൾ കണ്ടാൽ അവരെ സംരക്ഷിക്കുന്ന ഒരു സമീപനമല്ല സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുക. അത് ഗൗരവമായി തന്നെ അന്വേഷിക്കും. അതിൽ കഴമ്പുണ്ട് എന്നുണ്ടെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കും. ആർക്കെങ്കിലും ഇത്തരം കുറ്റകൃത്യങ്ങൾ ഏതെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ടെങ്കിൽ അത് തങ്ങൾക്ക് കൂടി ആവാം എന്ന് മറ്റ് ആരെങ്കിലും ധരിച്ചാൽ അവർക്കും സേനയിൽ സ്ഥാനം ഉണ്ടാവുകയില്ല എന്ന് അസന്നിഗ്ധമായി മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുകയാണ്. ശക്തമായ നടപടി, കുറ്റകൃത്യം അല്ലെങ്കിൽ ആരോപണ വിധേയമായിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത്. കാവ്യ. ശരി, സനോജാണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും കൃത്യമായി ഈ വിഷയത്തിൽ അന്വേഷണം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി സംസാരിച്ചതും പ്രതികരിച്ചതും കേരള പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ വേദിയിൽ തന്നെയായിരുന്നു. ആ വേദിക്ക് പുറത്താണ് MR അജിത് കുമാറിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അന്വേഷണം ഉണ്ടാകണം, തനിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിൽ എന്ന നിലയ്ക്കുള്ള പ്രതികരണം നടത്തിയതും അത് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിക്കും DGPക്കും കത്ത് നൽകിയിട്ടുണ്ട് എന്നതും MR അജിത് കുമാറും സൂചിപ്പിച്ചു.